ഞാൻ വേണമെങ്കിൽ ആ റോള് ചെയ്യാം, ഈ റോള് വേറെ ആരെ കൊണ്ടെങ്കിലും ചെയ്യും. കാവ്യ ആരോടോ പറഞ്ഞു, എനിക്ക് മുഴുവൻ പിടികിട്ടിയില്ല, പിന്നെ ലാൽച്ചേട്ടൻ്റെ പടമല്ലേ, അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാന്ന് വെച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജെയിംസിനോട് പറഞ്ഞു, അങ്ങനെ പിടികിട്ടാണ്ട് അഭിനയിക്കാൻ പാടില്ല, അതുകൊണ്ട് നീ പോയിട്ട് ഫുൾ കഥ പറഞ്ഞു കൊടുക്കാൻ വന്നു. പക്ഷേ ഇപ്പോൾ കഥയൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ജെയിംസ് പറഞ്ഞു, എന്തോ പന്തികേടുണ്ട്, ഞാൻ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി ഇരുന്ന് കണ്ണെന്നൊക്കെ വെള്ളം വന്നിട്ട് മാറിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെച്ചത് കഥ കേട്ടിട്ട് ഇമോഷണൽ ആയതായിരുന്നു. അപ്പോൾ വരാൻ പറയാമെന്നുകൊണ്ട് എനിക്ക് ദേഷ്യം പിടിക്കാൻ തുടങ്ങി. ഇവിടെ എല്ലാവരും റെഡിയായി വരാൻ പറയാമെന്നു പറഞ്ഞു. അപ്പോൾ ഒന്ന് വരുന്നില്ല എന്ന്. അപ്പോൾ ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നേരിട്ട് ചെല്ലുമ്പോൾ കാവ്യയുടെ പ്രശ്നം, ഈ പടത്തിലെ നായിക ഞാനല്ല, നായിക റസിയാണ്, ഞാൻ വേണമെങ്കിൽ ആ റോള് ചെയ്യാം, ഈ റോള് വേറെ ആരെ കൊണ്ടെങ്കിലും ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു, ഒരിക്കലും ആ റോള് കാവ്യക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം കാവ്യയെ പോലെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു ഹീറോയിൻ റസിയയുടെ റോള് ചെയ്യുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും ഈ ക്യാരക്ടറിന് എന്തോ ഒരു പരിപാടി ഉണ്ട് ഈ സിനിമയിൽ നിന്ന്. റസിയ ഒരു അപ്രധാന കഥാപാത്രമാണെന്ന് ആളുകൾ വിചാരിച്ച്, ഈ ഗ്രൂപ്പിലുള്ള ഒരു പെൺകുട്ടിയാണെന്ന് മാത്രം വിചാരിച്ചിട്ട് അവസാനം അവളൊരു കീ പോയിന്റിലേക്ക് വരുമ്പോഴേ അത് മനസ്സിലാവാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കഥയുടെ സസ്പെൻസും അതിൻ്റെ ഇതൊക്കെ പോവും. അപ്പോൾ അതെന്തായാലും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ കാവ്യയോട് പറഞ്ഞു കൊടുത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ പ്രണയ കഥകളിലും കോമൺ ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ഉണ്ട്. അതിൽ ആദ്യം രണ്ടുപേർ തമ്മിൽ വഴക്കടിക്കും, പിന്നീട് അവർ തമ്മിൽ പ്രണയമാവും. പ്രണയം തീവ്രമാവുന്ന സമയത്ത് അവരെ പിരിക്കാൻ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരും. ചിലപ്പോൾ അത് ഒരാൾക്ക് ക്യാൻസർ ആയിരിക്കും, അതല്ലെങ്കിൽ ഒരാൾ പണക്കാരനായ അച്ഛൻ്റെ മകനോ മകളോ ആവും, മറ്റാൾ പാവപ്പെട്ടവനോ ആയിരിക്കും. സാമ്പത്തിക അന്തരമായിരിക്കും അവരെ പിരിക്കുക. ചിലപ്പോൾ മറ്റൊരാൾ ഇഷ്ടപ്പെട്ട് വേറെ വഴിക്ക് പോകുന്നതായിരിക്കാം. അപ്പോൾ തീവ്രമായ പ്രണയത്തിലെത്തി ആ പ്രണയത്തിനൊരു വിഘ്നം ഉണ്ടാവുകയും പിന്നീട് അവരൊരുമിക്കുകയും ചെയ്യുന്നതാണ് ഒരുവിധം എല്ലാ പ്രസിദ്ധമായ പ്രണയകഥകളുടെയും ഒരു രീതി. അപ്പോൾ ഇത് താരയുടെയും സുകുമാരൻ്റെയും ഒരു പ്രണയകഥയാണെങ്കിൽ അവരുടെ പ്രണയത്തിന് വിഘ്നം വരുത്തുന്നത് അവരറിയാതെ ഇരുന്ന, മറ്റാരും അറിയാതെ ഇരുന്ന മറ്റൊരു പ്രണയമായിരുന്നു. അപ്പം നിങ്ങളെ പിരിക്കാനുള്ള ഒരു റീസണാണ് അവരുടെ പ്രണയവും മുരളിയുടെ മരണമൊക്കെ. അപ്പോൾ അത് നീ മനസ്സിലാക്കുക, നീ തന്നെയാണ്, താര തന്നെയാണ് ഈ സിനിമയിലെ നായിക, സുകുമാരനാണ് നായകൻ. അവരുടെ പ്രണയനദിക്ക് ഉണ്ടാകുന്ന വിഘ്നം ആണ് മുരളിയുടെയും റസിയയുടെയും പ്രണയം എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടാണ് കാവ്യ അഭിനയിക്കാൻ വരുന്നത്.